ഹലോ ഗൈസ്, നമ്മുടെ വെൽക്കം ബാക്ക് ടു അനദർ മൈൻക്രാഫ്റ്റ് വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് പുതിയ മൈൻക്രാഫ്റ്റ് ആണെന്ന് വെച്ചാൽ കഴിഞ്ഞ മൈൻക്രാഫ്റ്റ് അല്ല, ഇതിപ്പോൾ പുതിയ മൈൻക്രാഫ്റ്റ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്ത് തുടങ്ങിയതാണ്. ഒരു മിനിറ്റ്, ഇയർഫോൺ സെറ്റ് ആയിട്ടില്ല. ഓക്കെ, സെറ്റ് ആയി. അത് പേര് ക്യാരക്ടർ എടുക്കണം. എൻ്റെ പേരെന്താ? അത് സണ്ണിയോ? നമുക്ക് സണ്ണിക്കുട്ടനെടുക്കാം. പ്ലേസ്റ്റ് ലോഡാവുന്നുണ്ട്. നമ്മൾ പ്രാവശ്യം മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു സർവൈവലാണ്. അവസ്ഥ കാണുമോയെന്ന് അറിയില്ല. ഇനി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾ പറ. എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. നിങ്ങളൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. ഏതായാലും ഇന്നത്തെ വീഡിയോ നോക്കാം. സർവൈവൽ ഡേ ഓട്ടം. പിന്നെ റൺ ചെയ്യാം. അതാണ്ട് സ്പ്രിൻറ്റ്. ഞാൻ വിചാരിച്ചു ഏതൊരു ഐലൻഡ്. കുതിര. എന്തൊക്കെയുണ്ട് വിശേഷം അണ്ണാ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ അണ്ണാ? സുഖമല്ലേ? എത്രയായി കണ്ടിട്ട്? റെഡി ചെയ്യാൻ പറ്റുമോ? വേണ്ട, ആദ്യം ന്യൂ ഡീസ്. വെള്ളത്തിലിറങ്ങിയപ്പോഴത്തേക്ക് പറയുന്ന ഇത്രയല്ലേ. നമുക്കാകെ 9 എന്താ പറയുക സെക്കൻഡ്സിലേക്ക് ഇത് കളിക്കാൻ പറ്റുമെന്ന്. ഇങ്ങനെയാണെങ്കിൽ വല്ലാത്തൊരു ശല്യമാണല്ലോ. അത് സംഭവം നെറ്റ് ഓഫ് ചെയ്യണോ? ഞാൻ നെറ്റിട്ട് കളിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഫോണിലായതുകൊണ്ട്. പിന്നെ എൻ്റെ കമ്പ്യൂട്ടർ കാണണ്ടായി. അന്നേ ദിവസം ഞാൻ കമ്പ്യൂട്ടർ ബാഗിലിട്ടു. ഞാൻ ഒരു സ്ഥലം വരെ പോയത്, തിരിച്ചു വന്നിട്ട് തപ്പിയിട്ടൊന്നും കമ്പ്യൂട്ടർ കാണാനില്ല. അവസ്ഥ ആലോചിക്കുക. കമ്പ്യൂട്ടർ കാണാനില്ല ശരിക്കും. ആദ്യം ഞാൻ വിളിച്ച കമ്പ്യൂട്ടർ ഞാൻ വിളിച്ച ആദ്യം അനിയനോ അമ്മയോ ആരെങ്കിലും എടുത്തു കാണുന്നു. പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കണ്ടില്ല. ഞാൻ ഇട്ടിപ്പോൾ അത് കാണാനായിട്ട് ഒരു കൊല്ലം. ഇപ്പോൾ ഫോണിൽ തന്നെ എല്ലാ കളി. എനിക്കിപ്പോൾ മൈൻക്രാഫ്റ്റ് വീഡിയോസൊക്കെ കമ്പ്യൂട്ടറിൽ വന്നേനെ, അല്ല ലാപ്ടോപ്പിൽ വന്നേനെ മറപ്പി. പിന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇത് പറയണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യുമായിരിക്കും. 44 കിട്ടുമോ? ഒരെണ്ണം മതി. അധികം അത്യാഗ്രഹം ആപത്ത്. നമുക്ക് ഇത് വേണമായിരുന്നു. ഒരു പിക്കാർ. ഇതിങ്ങനെ മെല്ലെ മെല്ലെ നിൽക്കണോ? ഇതെന്ത് കുന്തോ? ഇതൊക്കെ കുന്തല്ലോ ഉണ്ട്. ഒരു സോഡ്, ഒരു ആക്സ്, ഒരു ഷവലും. മതി. യാത്രയാവുന്ന മുമ്പ് ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കണം. ഷിപ്പ്. എൻ്റെ കിടക്കേൻ്റെ സംവിധാനം സെറ്റ്. സെറ്റ് എന്നൊക്കെ. അല്ല, ഞാൻ വിളിച്ചു ഇപ്പോഴത്തെ അപ്ഡേറ്റിലായതാണോന്നറിയില്ല. പണ്ട് ഒരു ആടിന് 1 മീറ്റാ മറ്റേ കിട്ടുമെന്ന് തോന്നുന്നു. അതെ, 1 മീറ്റേ കിട്ടൂ. പണ്ടത്തെ അപ്ഡേറ്റ്. ഇപ്പോൾ അപ്ഡേറ്റ് പുതുക്കിയോണ്ട് സത്യം പറയട്ടെ, ഇപ്പോൾ എനിക്ക് കളിക്കാനൊന്നുമില്ല ഇതിൽ. എന്ന് വെച്ചാൽ ഞാൻ സാധാരണ കളിക്കുന്ന മൈൻക്രാഫ്റ്റ് വേറെ ആയതുകൊണ്ട് എനിക്കിതകത്ത് ശരിക്കും ക്ലിയറായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ ഇതൊരു സ്പ്രിൻ്റൊക്കെ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ അറിയില്ല. സ്പ്രിൻ്റൊക്കെ വേറെ സ്ഥലത്താണ്ടില്ലേ. കണ്ട ഈ സൈഡിലെ ജമ്പ് ഇവിടെ, ഇതിങ്ങനെ. അതുകൊണ്ട് തന്നെ ആ റണ്ണിങ് ഓട്ടമൊക്കെ എനിക്കൊരിതുണ്ട്.
നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരിത് വേണം, ഫർണസും വേണം, കോള് വേണം, അങ്ങനെ കുറച്ച് സാധനം വേണം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടോ? അല്ല പുറത്ത് നിൽക്കുന്നതാണോ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടേ. ഞാൻ ഇപ്പം ശ്രദ്ധിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇതിനു മുമ്പ് ഞാൻ മൈൻക്രാഫ്റ്റിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിച്ചില്ല. എന്ന് വെച്ചാൽ ഞാൻ 4 മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ട് ഏകദേശം. ആ 4ലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിച്ചില്ല. ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഉണ്ടല്ലേ, അതടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പറ്റുമെങ്കിൽ നാടോടികളായിട്ട് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അയ്യോ എങ്ങനെയായിരുന്നു? ഇങ്ങനെ അങ്ങോട്ടായിരുന്നില്ലേ ഫർണേഴ്സ് ഉണ്ടാക്കുക? അതാണ്ടേ ഒരെണ്ണം മതി. നമുക്ക് കോളില്ല, വീറ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് പണ്ടത്തെ മൈൻക്രാഫ്റ്റ് പോലെയല്ല, നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ ഡോർ ഫിറ്റ് ചെയ്യാതെ നല്ലത്, കല്ലുകൊണ്ട് കവർ വേണ്ട. ഇച്ചിരി മണ്ടത്തരായിരിക്കും. മണ്ടത്തരം എന്നല്ല, ചാർജില്ലേ, കളി തുടങ്ങുമ്പോഴത്തേക്ക് ചാർജും ഇല്ല. ഇവിടെ അവസ്ഥ. ഒരു ബെഡ് റീസ്പോൺ സെറ്റ് ചെയ്യട്ടെ. ചത്ത് കഴിഞ്ഞ വാതിൽ ഇവിടെയല്ല. ചോനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വൈബായി. ഇഷ്ടപ്പെട്ട് ഇതാത്ത എനിക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. മോനെ ഞാൻ ഒരു മൈൻക്രാഫ്റ്റ് സത്യം പറയാണ്, അമ്മയാണ് സത്യം, ഒരു മൈൻക്രാഫ്റ്റ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടിട്ടില്ല. സത്യം കിട്ടും, ഒരു മൈൻക്രാഫ്റ്റിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ട് കേൾക്കും. അതുകൊണ്ടാണെന്ന് നല്ല രസമുണ്ട് കളിക്കുമ്പോൾ. ബാക്ക്ഗ്രൗണ്ട് അഥവാ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാണ്ടാണോ ഇഷ്ടം, ഉള്ളതാണോ ഇഷ്ടം എന്ന് കമൻറ്റ്. അങ്ങനെയാകുമ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതാണ് ഇഷ്ടം, അത് നല്ല രസമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ സർവൈവൽ എന്താ പറയുക, വില്ലേജസ് കിട്ടി. അപ്പോൾ ഒരു വില്ലേജസ് കിട്ടുമ്പോൾ അതിന് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഒരു സൺസെറ്റ്, അതിൻ്റെ ഫ്രണ്ടിലൊരു മല, രണ്ട് മലേൻ്റെ ഇടക്ക് ഒരു സൂര്യൻ അസ്തമയം, സൺസെറ്റ്. സീനി. ഏതായാലും ഇന്ന് നമുക്ക് ഈടത്തങ്ങാന്നാണ് എൻ്റെ തീരുമാനം. ഇന്ന് ഈടത്തങ്ങാം, നാളെ നമുക്ക് മെല്ലെ ഇറങ്ങാം. ഏതായാലും ഇപ്പം ഞാൻ ഫോൺ കളിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അതിൻ്റെതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഫോൺ കളിക്കുന്നതല്ല ഇഷ്ടം, PC കളിക്കുന്നതന്നെയാണ് നല്ലതെങ്കിൽ പറഞ്ഞാൽ മതി. ഫോൺ പറ്റുന്ന ഗെയിം ഞാൻ മാത്രമേ കളിച്ചോളാം. എനിക്ക് പിന്നെ മൈൻക്രാഫ്റ്റ് ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പോച്ച് തോന്നി. നാല് സ്റ്റിക്ക് പണിഞ്ഞ് ഇവിടെ അങ്ങനെയാണല്ലേ. നമുക്കൊരു പിക്കാസ്, ഒരു സോഡ് വേണോ, ഒരു ആക്സ്, ഒരു സോഡ്, ധാരാളം. തിന്നാൻ വെള്ളതും തിന്നാനും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കട്ടെ. എൻ്റെ മാത്രം ലക്കാണോ അത്? സത്യം ചോദിക്കും, എൻ്റെ മാത്രം ലക്കാണോ? സത്യം ചോദിക്കും, എൻ്റെ മാത്രം ലക്കാണോ? തൊട്ടപ്പുറത്ത് വില്ലേജ്. പിന്നെ എന്തിനാ നമ്മൾ എടുത്തുണ്ടെന്ന് വില്ലേജസിന് ഊട്ടിങ്ങ് ജീവിക്കുക. വെറുതെ ഞാൻ വിളിച്ച് വില്ലേജ് പോയി വേണമെന്നും എടിങ്ങി പോകേണ്ടിയിരുന്നു. ഞാൻ വിളിച്ചു എളുപ്പപ്പണിയായല്ലത്. എളുപ്പപ്പണിയല്ല, ഭാഗ്യം എന്ന് പറയാം.
ഇങ്ങനെ മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്പോണായ പാടെ ഞാൻ കിട്ടിയിട്ടില്ല. ഓ ഹാഫേ വീട്ടിൽ പിടിക്കണ ഫാമെന്നുണ്ടല്ലോ. നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് റെസ്പോൺസ് സെറ്റ് ചെയ്യാം. എന്തൊക്കെയുണ്ട് വിശേഷം? ട്രേഡാ എന്തായാലും ട്രേഡ് ചെയ്യാൻ 26 പൊട്ടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എമറാൾഡ് കിട്ടും. നല്ലത്. അപ്പം ഒരു 6 ഉമ്മയ്ക്ക് കൊടുത്താൽ ഒരു എമറാൾഡ് കിട്ടും. പംകിൻ ഇച്ചിരി റയറാണോന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ കിട്ടാറില്ല. ഒരു മിനിറ്റേ, എനിക്ക് ചെവി വേണ്ടത്. ഇയർഫോണ് ഒരു കഷ്ടം തന്നെയാണ് ഇയർഫോൺ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അടിപൊളി തന്നെയാണല്ലോ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ വില്ലേജ് അത്ര പോരാന്ന് തോന്നുന്നു. ഞാൻ വീട് കെട്ടാൻ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ വീട് കെട്ടാൻ നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് കെട്ടാം. ആ സ്ഥലം ചെറിയ ഹെൽത്തല്ലേ. എൻ്റെ വീട് കടന്നു. ഏതായാലും നമുക്ക് നടക്കാം. അയ്യോ, വാതിൽ ലെഫ്റ്റ്. ചില റീസ്പോൺ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ. നമുക്കിപ്പം ചെറുതായിട്ട് വിശക്കുന്നു തുടങ്ങി. കുറച്ച് മട്ടൻ കഴിക്കാം. മട്ടൻ തന്നെ വേണം, എന്നാലും ശരിയാവും. ഞാനവിടെ വീടിൻ്റെ കെട്ടാനുള്ള സ്ഥലം കണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാ ഇതിൻ്റെ മുകളിൽ കണ്ടു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റെപ്പ്. ഒരു മിനിറ്റ്, അവിടെ ലൈറ്റല്ലേ കണ്ടേ ഞാൻ? എനിക്ക് തോന്നുന്നു അവിടെ പറഞ്ഞ എൻ്റെ ഊഹം ശരി തന്നെയാണ്. ഇവിടെ വില്ലേജ് ഉണ്ട്. അല്ല, ഇവിടെ 2-3 വീടെല്ലാം ഉണ്ട്. ട്രേഡറിൻ്റെ വീടാണിത്. അതെ ഇതിനകത്ത് മറ്റേതുണ്ടാവും, ചെസ്റ്റ് കാണും. അതെ ശരി തന്നെ. അയൺ ഷൂ അയൺ പിക്കാസ്. ഓ മൈ ഗോഡ്, I am rich guy. I am the Picasso. വില്ലേജസ് മോശമില്ല. ഞാൻ പിന്നെ വീട് കെട്ടാൻ ഉദ്ദേശിച്ചെന്ന് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ? ഇനിയും കാണിച്ച് അറ്റയ്ക്കോ? രാവിലെയാടാ എൻ്റെ അമ്മ എന്നെ കൊല്ലല്ലേ. അയ്യോ, ഞാനിവിടെ ഒന്നുകൂടെ നിൽക്ക്. നീ സമ്മേക്കത്തില്ല ഗായ്സ്. ഞാനവിടെ വന്ന് വീണേ. ആഹാ, ഇത് മറ്റേടെ വെട്ട്. മുകളിൽ നീങ്ങണ്ട. എടീ, ഞാൻ ഡയറക്റ്റ് കുഴിയിലേക്ക് അങ്ങനെ തന്നെ വീണടേ. ഞാൻ അവിടെ ഇങ്ങനത്തെ ഒരു കുഴി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ സ്പൈഡർ അടിച്ചിട്ട് ഞാൻ ഓടാൻ ശ്രമിച്ചതാണ്. അപ്പോഴത്തേക്കും എന്നെ അടിച്ചിട്ട് ഞാൻ എന്താ പറയുക തെറിച്ചു പോയി. ഒന്നാമത് ആർമറും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ റിച്ചല്ലേ, ഞാൻ പോവാർ റിച്ചാവും ഒരു കാലം. ചെയ്തു പോത്താണ്. നമുക്കിവിടെ ഒരു പാലങ്ങോട്ട് പണിയാം. ഉയ്യൂലി തീരു പോത്ത അതുകൊണ്ട് ഇവിടുന്ന് എടുത്ത് ഞാൻ നേരെ തോളിയൊക്കെ അങ്ങ് പോയി വീട്. മോനെ അയൺ ഓർമ്മയില്ല. ശരിയെന്ന് കോളും ഉണ്ട്. ഫർണേഴ്സിലിട്ട് കത്തിക്കാൻ ഉപകാരപ്പെടും. എനിക്ക് ഇത്ര
ഇത്ര വില്ലേജ് അങ്ങ് കണ്ടിച്ചു ഇല്ല പോരാന്ന് തോന്നുന്നു. അമ്മ ഇവിടെ നിന്ന് വീണേക്കല്ലേ, ഒരു വട്ടം ചത്ത് എനിക്ക് അവൻ മനസ്സില്ല എനിക്ക്. ഇവന്മാർക്കൊന്നും പേടിയില്ലടേ, മാറിയിടേ ആണ്ടി അവൻ വീണ് ഇതാ വീണ് ചത്തില്ലേ, ഇത്ര ഹൈറ്റിൽ നിന്ന് വീണിട്ടൊന്നും. വില്ലേജർ ആരാടാ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇഷ്ടപ്പെട്ട ചില ടൈമേ കേൾക്കത്തുള്ളതാ കുഴപ്പം. നമുക്ക് ഏതായാലും മെല്ലെ മെല്ലെ പിടിച്ച് ഇടാണ്ട് വലിയ ഇവിടെ ഇവിടുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ നല്ല അടിപൊളി ആയങ്കോളം. തട്ടിയാലോ? വേണ്ട, നമ്മുടെ അടുത്തൊന്നുമില്ലാത്ത ഇപ്പം തട്ടണ ബുദ്ധിയല്ല. ഞാൻ പിന്നെ വീട് കെട്ടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെയാണ്. ഇവിടെയായിട്ട് അങ്ങ് പണിയാം നമ്മുടെ സാമ്രാജ്യം. ഇനി മുതൽ ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അല്ലല്ല ഇതല്ല വീട് അവിടെ നല്ല സ്ഥലം അല്ലേ, ഇവിടെ നല്ല സ്ഥലമുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ഇച്ചിരി കുറച്ച് വള്ളക്കെട്ട് കണ്ടായിരുന്നു. ചാവൂലെങ്കിൽ ആണ്ട നമ്മട്ടാ കളി. അയ്യോ ഇതിനെ പൊങ്ങ ഇതിലും കല്ലുടച്ച് വെക്കും. കളിച്ചത കല്ല് മുഴുവൻ ഞാനിങ്ങനെ കൊണ്ടുകളഞ്ഞു. എന്തിൻ്റെ കാടാവും, അല്ലാണ്ട് വഴിയില്ല. മറ്റങ്ങനെ ഇറങ്ങി വരുമ്പോൾ സമയം ഇപ്പം തന്നെ ഒരു വീഡിയോ ലെങ്തായി കാണും മിക്കവാറും. എടുക്കാൻ തോന്നിട്ട് കുറച്ച് നേരമായി കാണും, പക്ഷെ ലെങ്തായി കാണും. അങ്ങനെയാണല്ലോ, ലെങ്താവുമല്ലോ എന്തെങ്കിലും കാണിച്ചിട്ട്. പിന്നെ ഇവിടെ മറ്റേ ലാവാ പൂളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ലാവാപ്പൂൾ അങ്ങനെയൊന്നുമില്ല അല്ലേ. നമുക്ക് ഇവിടെ അങ്ങ് വീട് പണിയാ. എപ്പോഴേ അല്ല, അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ മിക്കവാറും വീട് പണി സ്റ്റാർട്ട് ചെയ്യുക. തറക്കല്ലൊക്കെ ഇടൽ അടുത്ത വീഡിയോയിലായിരിക്കും എന്തായാലും. എന്നാൽ ഈ വീഡിയോയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം തന്നെ ഒന്നും ആയിട്ടില്ല. അയണ്ട പിക്കേഴ്സും കാര്യങ്ങളെല്ലാം ആവണമെന്ന് ഒന്നുമില്ല തൽക്കാലത്തേക്ക്. ഇപ്പോൾ പിച്ച വില്ലേജസിന് ഊറ്റിയിട്ടാണ് ഇപ്പം ജീവിച്ചിരിക്കുന്നത്. പണ്ടും അങ്ങനെ തന്നെ ഇപ്പം അങ്ങനെ തന്നെ, ഒരു മാറ്റമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും സത്യം പറയട്ടെ, ഞാൻ മറ്റേ മൈൻക്രാഫ്റ്റിൽ ശ്രദ്ധിക്കാത്ത കാര്യം ഞാൻ ഇവിടെ ശ്രദ്ധിച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഹാർഡ് കോറും അല്ല, ഞാൻ ഗ്രാഫിക്സ് കൂട്ടിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അല്ലാണ്ട് കണ്ടില്ല നിങ്ങൾ ആ മരത്തിലിങ്ങനെ ഇല പൊടിയുന്നത്. മറ്റേ വില്ലേജിൽ ഈ സാധനം ഇല്ല. എന്നുവെച്ചാൽ മരത്തിൽ നിന്ന് ഇങ്ങനെ ഇല ഇങ്ങനെ പൊഴിയും. സത്യം പറഞ്ഞാൽ എല്ലാം കൂട്ടിയൊക്കെ എന്നുവെച്ചാൽ മറ്റേൽ ചില ആയുധങ്ങളൊന്നും ഇല്ല. എന്നുവെച്ചാൽ ശരിക്കും മൈൻക്രാഫ്റ്റിലില്ല കുറേ ആയുധങ്ങളും മറ്റേ ആയുധം ചെരുവിയും കാര്യങ്ങളൊന്നും ഇല്ല മറ്റേൽ. പക്ഷെ ഇതിനകത്തെല്ലാം ഉണ്ട്. കണ്ടില്ല, കുന്തം എല്ലാം ഉണ്ട് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ട് മരത്തിൻ്റെ കുന്തം മറ്റേൻ്റെ കുന്തം എന്നെല്ലാം പറഞ്ഞിട്ട് അതേപോലെ എന്തെല്ലാം ഉണ്ട്. എന്തായാലും എന്തുകൊണ്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ കൺട്രോളാണെന്ന് വെച്ചാൽ ഞാൻ ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ആദ്യമായിട്ടല്ല, ഇതിന് മുമ്പ് ഞാൻ കളിച്ചിട്ടുണ്ട്. പണ്ട് ആദ്യത്തെ എന്നുവെച്ചാൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപേ ഈ മൈൻക്രാഫ്റ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് കയറ്റി മൈൻക്രാഫ്റ്റ്. അതാത്ത ഞാൻ അന്നേരം ഇതുണ്ടാ ഇപ്പോൾ മറ്റേ അണ്ടർ വാട്ടർ മറ്റേ ബ്രീത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓരോ പോർഷൻസ് എല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് അവിടുന്ന് ബെഡ് മാറ്റി നമുക്ക് ഈ തൽക്കാലത്തേക്ക് ഇതാക്കാം നമ്മളെ വീട്. എന്ന് വെച്ചാൽ ഇവിടെ ആരും അങ്ങനെ താമസിക്കാറൊന്നുമില്ല, കുറവാണ്, താമസിക്കില്ല അതിനകത്ത്. അതുകൊണ്ട് നമുക്ക് ആൾക്കാരെ ഊറ്റണ്ട, അത്ര നമുക്ക് ഊറ്റണ്ട. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഒരാളെ അടിക്കാൻ കഴിയില്ല. നമ്മൾ അറിയാണ്ട് അടിച്ചാൽ തന്നെ എന്താ പറയുക, ഒന്നെങ്കിൽ അയങ്കോളം വരും. ഉറപ്പാ
അടിച്ച് അപ്പം അയങ്കോളം കയറി വരും. പിന്നെ ഇവരുടെ എന്താ പറയുക, ഇവരെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ വില്ലേജിൽ നിന്ന് തന്നെ വിട്ടൊക്കെ പോവും.